ഇരട്ടച്ചങ്കൻ എന്ന ലേബലിൽ വന്ന് കുലം കുത്തിയായി മാറിയ പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിന് ജനങ്ങൾ സമ്മാനിച്ച തോൽവിയിൽ അതൃപ്തിയുമായിട്ട് CPI എത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ ഭരണമൊന്നും വേണ്ട എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. കേരള രാഷ്ട്രീയത്തിൽ അനിഷേധ്യനാണെന്ന് കരുതിയ പിണറായി വിജയനും LDF സർക്കാരിനും നേരെ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ പടയൊരുക്കം തുടങ്ങുമ്പോൾ VD സതീശൻ പറഞ്ഞതുപോലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ മാറാനുള്ള വഴി അവർ തന്നെ വെട്ടുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേറ്റ അപ്രതീക്ഷിത തിരിച്ചടിക്ക് കാരണം മുഖ്യമന്ത്രിയുടെ ശൈലിയും സർക്കാരിന്റെ വീഴ്ചകളുമാണെന്ന് CPI സംസ്ഥാന കൗൺസിൽ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. തിരുത്തൽ ശക്തി എന്ന നിലയിൽ നിന്നും പ്രതിരോധ ശക്തിയായിട്ട് CPI മാറുമ്പോൾ ഇടതുപക്ഷത്തിന്റെ കോട്ടകൾ തകരാൻ ഇടയാക്കിയ പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. CPI ജില്ലാ സമ്മേളനങ്ങളിലും സംസ്ഥാന കൗൺസിലിലും ഉയർന്ന ഏറ്റവും വലിയ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പക്വതയില്ലാത്ത പെരുമാറ്റത്തെക്കുറിച്ചാണ്. കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന വിനയം മുഖ്യമന്ത്രിയിൽ നിന്നും ഇല്ലാത്തത് സാധാരണക്കാരായ വോട്ടർമാരെ ഇടതുമുന്നണിയിൽ നിന്നും അകറ്റിയെന്നാണ് CPI വിലയിരുത്തിയത്. മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും വിശ്വാസത്തിലെടുക്കാതെ എല്ലാം ഒരാൾ മാത്രം തീരുമാനിക്കുന്ന രീതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അന്തസത്തയ്ക്ക് വിരുദ്ധമാണെന്നും വിമർശകർ ചൂണ്ടിക്കാണിച്ചു. കൂടാതെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉന്നതതലത്തിലുള്ള ഇടപെടലുകളും തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിലെ കാലതാമസവും സർക്കാരിന്റെ പ്രതിച്ഛായ സാരമായി ബാധിച്ചു. ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണെന്നും പോലീസിലെ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നിലപാട് വോട്ടർമാരുടെ അതൃപ്തിക്ക് കാരണമായി എന്നും ഇടതുപക്ഷത്തെ ഘടകകക്ഷികൾ തന്നെ എണ്ണി പറയുന്നു. മാത്രമല്ല, സാമ്പത്തിക മാനേജ്മെന്റിൽ സർക്കാർ പരാജയപ്പെട്ടത് ഇടതുമുന്നണിയുടെ വോട്ട് ബാങ്കായ പാവപ്പെട്ടവരെ ബാധിച്ചു. ക്ഷേമ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യാത്തതും വിലക്കയറ്റം നിയന്ത്രിക്കാൻ CPI കൈകാര്യം ചെയ്യുന്ന ഭക്ഷ്യവകുപ്പിന് മതിയായ ഫണ്ട് നൽകാത്തതും മുന്നണിക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചു. CPI വകുപ്പുകളെ ധനവകുപ്പ് ശ്വാസം മുട്ടിക്കുന്നു എന്ന ആക്ഷേപമാണ് പ്രധാനമായിട്ടും ഉയർന്നു കേൾക്കുന്നത്. കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നടപ്പിലാക്കുന്ന PM ശ്രീ പദ്ധതിയിൽ CPI ആലോചിക്കാതെ സർക്കാർ കരാറിൽ ഒപ്പിട്ടത് മുന്നണി മര്യാദയുടെ ലംഘനമാണെന്നാണ് വിലയിരുത്തപ്പെട്ടത്. വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ കേന്ദ്രത്തിന്റെ ഇടപെടലുകൾക്ക് വഴിമരുന്നിടുന്ന ഈ നീക്കം ഇടതുമൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് CPI കടുത്ത നിലപാട് സ്വീകരിച്ചു. ഇത് ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസ് അമിത പ്രാധാന്യം നൽകുന്നുവെന്നും ഇത് CPIയുടെ സ്വാധീനം കുറയ്ക്കാൻ CPIM കരുതിക്കൂട്ടി ചെയ്യുന്നതാണെന്നും വിമർശനങ്ങൾ വഴിയെ വരുന്നുണ്ട്. ജോസ് കെ മാണിയുടെ പാർട്ടിയെ കൂടെ കൂട്ടിയത് കൊണ്ട് LDFന് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് CPI ജില്ലാ റിപ്പോർട്ടുകൾ പരിഹസിക്കുന്നു. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്ക് ശേഷം മുഖ്യമന്ത്രിയെ മാറ്റണമെന്നോ അദ്ദേഹത്തിന്റെ അധികാരം കുറയ്ക്കണമെന്നോ ഉള്ള ചർച്ചകൾ CPIക്കുള്ളിൽ ശക്തമാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ശൈലി തുടർന്നാൽ LDF നാമാവശേഷമാകുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾ പരോക്ഷമായിട്ട് മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം എന്തിനുമേതിലും മുന്നിൽ നിർത്തുന്ന മുഖ്യനെ ഒഴിവാക്കിക്കൊണ്ടുള്ള അടുത്ത പരിപാടികൾക്കാണ് പാർട്ടി പോർമുഖം തുറക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടി മറികടക്കുവാനും മേഖലാ ജാഥ നടത്തുമ്പോൾ മുഖ്യൻ മുന്നിൽ ഇല്ല. പകരം വടക്കൻ മേഖലാ ജാഥ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മധ്യമേഖലാ ജാഥ കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിയും തെക്കൻ മേഖലാ ജാഥ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമാണ് നയിക്കുന്നത്. അങ്ങനെ പിണറായി ഒരു കുലം കുത്തിയാണെന്ന് സ്വന്തം ആളുകൾ പോലും മുദ്രകുത്തി കഴിഞ്ഞിരിക്കുകയാണ്.